ഹലോ. പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ടോ? രാത്രിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ ഉറക്കം കളയുന്നുണ്ടോ? മൂത്ര മൂത്രമൊഴിക്കുമ്പോൾ ഒരു തടസ്സവും വേദനയും കാരണം ജീവിതം തന്നെ മടുത്തോ? ഇത് സാധാരണമാണോ അതോ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് നമ്മുടെ ഉള്ളിൽ തന്നെ ചിന്തിക്കുന്നുണ്ടാവും. പല പുരുഷന്മാരും ഇത്തരം ബുദ്ധിമുട്ടുകൾ പുറത്തു പറയാൻ മടിക്കാറുണ്ട്. വിഷമിക്കേണ്ട. ഈ പ്രശ്നം അനുഭവിക്കുന്നത് നിങ്ങൾ മാത്രമല്ല. ഒരു പരിധി വരെ ഇതിനെ നിയന്ത്രിക്കാനുള്ള വഴികൾ നമ്മുടെ ആഹാരക്രമത്തിൽ തന്നെയുണ്ട്. നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രോസ്റ്റേറ്റിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും സാധിക്കും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുള്ളവര് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട അവരുടെ അവസ്ഥയെ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുള്ള ഒരു 5 ആഹാരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് ഞാനിപ്പം ഏതൊക്കെ കഴിക്കാം ഏതൊക്കെ ഒഴിവാക്കാമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യമേ എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഭക്ഷണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് പ്രോസ്റ്റേറ്റിനെ കുറിച്ച് പറയാതെ പോയാൽ മനസ്സിലാവില്ല. ഇത് പുരുഷന്മാരിൽ മാത്രം കാണുന്ന ഒരു ചെറിയ ഗ്രന്ഥിയാണ്. ഒരു കാഷ്യൂനട്ടിന്റെ വലിപ്പമേ ഇതിന് കാണത്തുള്ളൂ. പുരുഷന്മാരുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ ഇതിനൊരു പ്രധാന പങ്കുണ്ട്. പ്രായം കൂടുന്തോറും പ്രത്യേകിച്ച് ഒരു 50 വയസ്സ് കഴിയുമ്പോൾ പലർക്കും ഈ ഒരു ഗ്ലാൻഡ് സ്വാഭാവികമായിട്ടും അല്പം വീങ്ങാൻ തുടങ്ങും. ഇതിനെയാണ് ശരിക്കും BPH എന്ന് നമ്മൾ പറയുന്നത്. അതായത് ബിനൈൻ പ്രോസ്റ്ററ്റിക് ഹൈപ്പർപ്ലാസിയ എന്നൊക്കെയാണ് ഇതിന് പറയുക. ഡോക്ടേഴ്സ് അങ്ങനെ മെഡിക്കൽ ടേം ആണിത്. പേടിക്കണ്ട, ഇത് ക്യാൻസർ ഒന്നുമല്ല. പക്ഷെ ഈ വീക്കം മൂത്രനാളിയിൽ നല്ല സമ്മർദ്ദം ഉണ്ടാക്കും. ഈ സമ്മർദ്ദമാണ് ഒട്ടുമിക്ക ബുദ്ധിമുട്ടുകളുടെയും കാരണം. അപ്പൊ ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ എന്നൊക്കെ പറയുന്നത്, നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് സ്വെല്ലിങ് വീക്കം വരുമ്പോൾ സാധാരണയായിട്ട് നമുക്ക് ഈ പറയുന്ന കാരണങ്ങളൊന്ന് ഡിസ്റ്റോർട്ട് ചെയ്യുക, നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. പ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും മൂത്രം ഒഴിക്കണമെന്ന് തോന്നുക. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ മൂത്രം ഒഴിക്കാൻ തുടങ്ങിയാൽ അത് ഇടയ്ക്ക് ബ്ലോക്ക് ആവും. വിട്ട് ധാര മുറിഞ്ഞ് ആയിരിക്കും വരിക. മൂത്രത്തിന്റെ ശക്തി കുറഞ്ഞതുപോലെ തോന്നുക. ഫോഴ്സ് ഉണ്ട്, പക്ഷെ എന്നാലും ഒഴിച്ചു. മൊത്തത്തിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ഫീലിംഗ് തോന്നും. അതുപോലെ തന്നെ അവര് തന്നെ അറിയാതെ ചില സമയങ്ങളിൽ യൂറിൻ ലീക്കേജ് ആവും. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ട് ബാധിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ കൃത്യമായിട്ടൊരു സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഇനി ഒരു പ്രധാന കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഇതിനകത്തൊരു കുറച്ച് ആഹാരങ്ങൾ ഈ ലക്ഷണങ്ങളെ വഷളാക്കുന്നുണ്ടെന്നുള്ള ഒരു ഭാഗം നമ്മൾ വിട്ടുപോകരുത്. ഇതിൽ ഒഴിവാക്കേണ്ട ഫുഡ് ആദ്യമേ പറഞ്ഞേക്കാം. കൃത്യമായിട്ട് നമ്മുടെ റെഡ് മീറ്റുകൾ, അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫ്രോസൺ ആയിട്ടുള്ള മീറ്റ് പരമാവധി ഒഴിവാക്കുക. എക്സാമ്പിൾ ബീഫ്, ആട്ടിറച്ചി, പൂത്തിറച്ചി, അങ്ങനെയുള്ള റെഡ് മീറ്റുകൾ പ്രോസ്റ്റേറ്റിന് ഒരിക്കലും നല്ലതല്ല. അത് ചൂടാക്കും തോറും ഗ്രില്ല് ചെയ്യുമ്പോഴും ഒക്കെ അതിനകത്ത് HCS എന്ന് പറയുന്ന കുറച്ച് ഒരിക്കലും നമുക്ക് നല്ലതല്ലാത്ത കുറെ കെമിക്കൽസ് ഉണ്ട്. ഇത് ഈ പ്രോസ്റ്റേറ്റ് വീക്കം കൂട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോസേജ്, പീസ്, പിന്നെ നമുക്ക് ഡെയിലി യൂസിന് അല്ലാതെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്ന കുറെ മീറ്റുകൾ, നോൺ വെജ് പരമാവധി ഒഴിവാക്കുക. പിന്നെ കൊഴുപ്പ് കൂടിയിട്ടുള്ള പാലും അതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. പാല് നല്ലതാണ്, പക്ഷെ ചീസ്, കട്ടത്തൈര്, വെണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രോസ്റ്റേറ്റ് ഉള്ള ആളുകൾക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. അതിന് ഉണ്ടാവുന്ന അത് ശരിക്കും ഇൻഫ്ലമേഷനെ കൂട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആൻഡ് ഇത് ഈ കൂടുതലാക്കുക മാത്രമല്ല, വേദനയും ഉണ്ടാക്കും. അപ്പോൾ എപ്പോഴും പാല് സെലക്ട് ചെയ്യുമ്പോൾ കൊഴുപ്പ് ഏറ്റവും കുറഞ്ഞത് മാത്രം വാങ്ങാനായിട്ട് ഈ ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് കഫീനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്. അത് പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണത്. കട്ടൻ ചായ, കാപ്പി, കൊക്കക്കോള, പിന്നെ എനർജി ഡ്രിങ്ക്സ്, ഈവൻ ചോക്ലേറ്റിന് പോലും കഫീൻ ഉണ്ടെന്നുള്ളതാണ്. കഫീൻ്റെ ഒരു സ്വഭാവം അത് ശരീരത്തിൽ കൂടുതൽ മൂത്രത്തിനെ ഉൽപ്പാദിപ്പിക്കുകയും എന്നതാണ്. അതൊരു ഡയററ്റിക് ഇഫക്റ്റ് ആണ്. പ്രോസ്റ്റേറ്റ് പ്രശ്നമുള്ള ഒരാൾക്ക് ഇത് അടിക്കടി മൂത്രശങ്ക കൂട്ടുകയും അത് മൂത്രസഞ്ചിക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് കഫീൻ അടങ്ങിയ പാനീയങ്ങളും ആഹാരങ്ങളും അല്ലെങ്കിൽ സ്നാക്സുകളും പരമാവധി ഒഴിവാക്കുക. അത് അവരെ ഹെൽപ്പ് ചെയ്യും ഒരു വലിയ പരിധി വരെ. ഇനി മറ്റൊരു പോയിന്റ് ആണ് ആൽക്കഹോൾ.
മദ്യപാനം ഒരുപാട് രീതിയിൽ ദോഷകരമായി ബാധിക്കുന്നതാണ്. ഇത് ഹോർമോണിന്റെ ഒരു ബാലൻസിനെ ബാധിക്കും, പ്രോസ്റ്റേറ്റിലെ ഗ്രന്ഥിയിലെ ഈ ഈ ഈ സ്വെല്ലിങ്സിനെ കൂട്ടും. അതുപോലെ തന്നെ കഫീൻ എങ്ങനെയാണോ ബാധിക്കുന്നത് അതുപോലെ തന്നെ ആൽക്കഹോൾ ബാധിക്കും. കാരണം രാത്രിയിലും ഉറക്കത്തിലൊക്കെ ഭയങ്കരമായിട്ട് അത് ഡിസ്റ്റർബ് ചെയ്യും. സോ വാട്ട് ഐ എം അഡ്വൈസിങ് ഇസ് സിംപ്ലി ടു സ്റ്റോപ്പ്, അല്ലെങ്കിൽ അതിന്റെ വളരെ വളരെ അളവ് കുറച്ച് ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് അവർക്ക് ഏറ്റവും ഗുണകരമായിരിക്കും എന്നുള്ളതാണ്. ഇനി അഞ്ചാമതായിട്ടൊരു പോയിന്റ് പറയാൻ പറ്റുന്നത് എരിവും ഉപ്പും അടങ്ങിയ ഭക്ഷണങ്ങളാണ്. ഓക്കെ, മലയാളികളായ നമുക്ക് ഭക്ഷണത്തിൽ എരിവും മസാലയും ഒന്നും ഇല്ലാതെ എന്താഘോഷം അല്ലെ? എന്നാൽ അമിതമായ എരിവ് ഉപ്പ് പ്രോസ്റ്റേറ്റ് പ്രശ്നമുള്ളവര് വളരെ കൂടുതൽ ഉണ്ടാക്കും. എരിവുള്ള ഭക്ഷണങ്ങൾ മൂത്രമൊഴിക്കുമ്പോൾ ഒരുതരം പുകച്ചില്, അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഉപ്പ് കൂടിയ സാധനങ്ങൾ, അച്ചാറ്, പപ്പടം, ഉണക്കമീൻ, പിന്നെ പാക്ക്ഡ് ഫുഡ്സ്, ഇതെല്ലാം തന്നെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക ഇത്തരക്കാരില്. സോ ഞാൻ ഈ പറഞ്ഞ ഒരു 5 ഫുഡുകൾ, 5 ഐറ്റങ്ങൾ നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുകയോ ചെയ്താൽ പ്രോസ്റ്റേറ്റിന്റെ സിംറ്റംസിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താം. അത് നിങ്ങൾ ഒരുപാട് സഹായിക്കും. പിന്നെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ആരോഗ്യപരമായ അറിവുകൾ ഇനിയും ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ സംശയങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. റെഡ് മീറ്റ്, പിന്നെ കൊഴുപ്പുള്ള മിൽക്ക് പ്രൊഡക്ട്സ്, കഫീൻ, ആൽക്കഹോൾ, ഉപ്പ്, എരിവ് ഒഴിവാക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഹെൽത്ത് സംരക്ഷിക്കാൻ സഹായിക്കും. അത് തന്നെ മാത്രമല്ല, ഭക്ഷണത്തിലെ കുറച്ച് മാറ്റങ്ങളും കുറച്ച് ലഘുവായ വ്യായാമങ്ങളും ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിക്കുന്നത്, രാത്രി വെള്ളം കുടിക്കുന്നത് വേണ്ടാന്നുള്ളത് ഒരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കുന്നത് നല്ലതാണ്. പിന്നെ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ സ്വന്തമായി ഒരു കാരണവശാലും ചികിത്സിക്കാതെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു യൂറോളജിസ്റ്റിനെ കൃത്യമായി കാണുക, ഭക്ഷണ രീതികൾ ശീലിക്കുക. അത് പ്രൈമറി ആയിട്ട് ആദ്യമേ തന്നെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആൻഡ് ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷനോട് കൂടി കൃത്യമായിട്ട് ഒരു ഓർഗനൈസർ ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ഓക്കെ, ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.